വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അങ്ങനെ ശാരികയാണെങ്കിൽ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനായിട്ടുണ്ടായ ആ ഒരു ശ്രമമാണെങ്കിൽ അവിടെ പിന്നെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ വിളിച്ച് ശാലിനിയെ അറിയിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷമാണ് ശിവനോടൊപ്പം ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അന്നേരമാണെങ്കിൽ അവിടെ ശാലിനിക്ക് കുറേ പരിക്കുകളൊക്കെ ഉണ്ട്, തലയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ മുഖം മാത്രം കാണുന്ന രീതിയിൽ ഇങ്ങനെ ഓക്സിജനൊക്കെ കൊടുത്ത് ബെഡിലിങ്ങനെ കിടത്തിയിരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. സംസാരിക്കാനൊന്നും കഴിയുന്നില്ല. അന്നേരമാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ആരോ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നുണ്ട്. അത് കൃഷ്ണൻകുട്ടിയോ വിജയലക്ഷ്മിയോ ഒക്കെ ആയിരിക്കണം. അന്നേരം അത് ശിവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു ശാലിനിയാണെങ്കിൽ തിരിച്ച് ഇറങ്ങുന്നത് ശാരികയെ കാണാനായിട്ട്. അത് കാണിക്കുന്നില്ല. ശിവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുട്ടിയെ കൊടുത്തിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാലിനിയാണെങ്കിൽ ശാരികയെ കണ്ട ശേഷം തിരിച്ചിറങ്ങുമ്പോൾ ശിവൻ്റെ കയ്യിൽ വേറൊരു കുട്ടിയാണ് ഇരിക്കുന്നത്. ഒരു ആൺകുട്ടിയാണെന്ന് തോന്നുന്നു ഇരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം മോൾ എവിടെ എന്നിങ്ങനെ ശാരികയുടെ കുട്ടിയല്ലല്ലോ അത്. അപ്പോൾ അങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ശിവൻ ഇങ്ങനെ അങ്ങോട്ടത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അന്നേരം അവിടെ ഒരു അമ്മയാണെങ്കിൽ കുഞ്ഞിനിങ്ങനെ പാല് കൊടുക്കുകയാണ്. അതായത് ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ അമ്മ തന്നെയാണ്. അപ്പോൾ അവരുടെ കുട്ടിയെ ശിവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ശിവൻ്റെ കയ്യിലിരുന്ന് കുട്ടി വല്ലാതെ കരയുന്നുണ്ടായിരുന്നു, ശാരികയുടെ കുട്ടി. അപ്പോൾ അവർ കുഞ്ഞിൻ്റെയൊക്കെ സങ്കടം കണ്ടിട്ട് ഇങ്ങനെ പാല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ശാലിനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഞാനും ഒരു അമ്മയല്ലേ, കുഞ്ഞിൻ്റെ സങ്കടം കണ്ടപ്പോൾ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം തോന്നി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം തിരിച്ച് ശാലിനിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ശാലിനിയാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു ശാലിനി തിരികെ വീട്ടിലേക്ക് പോകുന്നത്. കുഞ്ഞിനെ അവിടെ തന്നെ അത് കാണിക്കുന്നില്ല. പക്ഷേ ശാലിനി വീട്ടിലെത്തിയ ശേഷമാണെങ്കിൽ ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അവസാനം ശാലിനിയെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ശ്യാമയാണെങ്കിൽ കൊണ്ടു ചെന്നാലും നോക്കില്ല, ശാരികയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാനായിട്ട് ഗോപാലകൃഷ്ണനെ കൊണ്ട് സാധിക്കുകയില്ല. അവസാനം ആ ഒരു ശാലിനിയോടുള്ള ഒരു പിണക്കൊക്കെ മറന്ന് ഗോപാലകൃഷ്ണൻ തന്നെ ആ ഒരു സത്യഭാമയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അന്നേരം അച്ചുവിടാന്നും പറഞ്ഞ് കുഞ്ഞിനെ ശാലിനി അങ്ങ് എടുക്കുകയുന്നുണ്ട്. അന്നേരം സത്യഭാമ ഓടി ഇറങ്ങി വരികയാണ്. ഭാമയാണെങ്കിൽ ശാലിനിയുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് കുഞ്ഞിനെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷം ഇങ്ങനെ കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പോലീസ് വണ്ടി വരികയാണ് ചെയ്യുന്നത്. സോമശേഖരനും സംഘവുമാണ് എത്തുന്നത്. അവിടെ വേറൊരു കേസുമായിട്ടാണ് വരുന്നത്. ആ ഒരു കുട്ടികൃഷ്ണൻ എന്ന ഒരാളിനാണെങ്കിൽ പൈസ കൊടുത്തല്ലോ, അവിടെ പൈസ കൊടുത്തപ്പോൾ ഭാമ പറഞ്ഞല്ലോ 2 ദിവസത്തെ സമയം തരും പൈസ തരണമെന്നുള്ളത്. അന്നേരം അയാൾ അവിടെ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ചെയ്തത്. മരണപ്പെട്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. അന്നേരം ആത്മഹത്യാക്കുറിപ്പിൽ കുട്ടികൃഷ്ണൻ എഴുതി വെച്ചിരിക്കുന്നത് സത്യഭാമയുടെ പേരാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല മാഡം എന്നിങ്ങനെ ശാലിനിയോട് പറയുകയാണ്. തുടർന്ന് ഭാമയെ അവിടെ നിന്ന് സോമശേഖരനും പോലീസുകാരും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു സീൻ, ഭാമയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ആ ഒരു സീനും അവിടെ കാണിക്കുകയാണ്. അന്നേരം പൊന്നിയും ശാലിനിയും ഗോപാലകൃഷ്ണനും ഒക്കെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെയും അവിടെ പിന്നെ ജോൺ അബ്രഹാം ആണെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ കുബേരയുടെ കാര്യം പറഞ്ഞ ആ ഒരു ശാലിനിയുടെ ഒരു ചെറിയൊരു ഭയം വന്നിരുന്നു. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ ആകെ മുറുകിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൃഷ്ണന് മരണം സംഭവിച്ചു അങ്ങനെ കാണിക്കുന്നില്ല, ആത്മഹത്യാക്കുറിപ്പിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ എന്താ ഭാമയെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഭാമയുടെ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തേണ്ടി വരുമോ, അതോ ഇനി എങ്ങനെയാകും എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.